ചുട്ടുപൊള്ളുന്ന വേനലിൽ സഹജീവികൾക്കും കാൽനട യാത്രക്കാർക്കും ദാഹമകറ്റാൻ വീടിനു മുന്നിൽ ശീതീകരിച്ച കുടിവെള്ളം നൽകുകയാണ് കുഞ്ഞുമോൻ. കഴിഞ്ഞ 3 വർഷമായി യാത്രക്കാർക്കായി വീടിനു മുന്നിൽ മൺകൂജയിൽ കുടിവെള്ളം നൽകുന്നുണ്ട് ഇദ്ദേഹം. കൊല്ലം വാളത്തുങ്കൽ സ്വദേശിയാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഹാഷിം എന്ന കുഞ്ഞുമോൻ. കൊല്ലം വാളത്തുങ്കൽ ഫാത്തിമ മെൻസിലിൽ ഹാഷിം എന്ന് വിളിക്കുന്ന കുഞ്ഞുമോനാണ് കഴിഞ്ഞ 3 വർഷമായി വേനലിൽ യാത്രക്കാർക്ക് ദാഹമകറ്റാനായി വീടിന് മുന്നിൽ മൺകൂജയിൽ ജലം നൽകുന്നത്. മനുഷ്യർക്കു മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും രാവിലെ മുതൽ പല ഭാഗങ്ങളിലും ഇദ്ദേഹം വെള്ളം നിറച്ചു വയ്ക്കും. വീടിന് മുന്നിൽ രാവിലെ 8-ന് മൺകൂജയിൽ തണുപ്പിച്ച വെള്ളം എത്തിക്കും. തീരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും നിറച്ചുകൊണ്ടിരിക്കും. ഇത് രാത്രി 8 വരെ നീളും. നേരത്തെ കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു കുഞ്ഞുമോൻ ജോലി ചെയ്തിരുന്നത്. വേനൽക്കാലത്ത് കടുത്ത ചൂടിൽ ജോലി ചെയ്തപ്പോൾ മുതലുള്ള അനുഭവമാണ് വേനൽക്കാലത്ത് തന്റെ വീടിന് മുന്നിൽ ദാഹിക്കുന്നവർക്കായി വെള്ളം നൽകാനുള്ള തീരുമാനം. ഞാനിവിടെ എല്ലാ വർഷവും ഇവിടെ തണുത്ത വെള്ളം വെക്കാറുണ്ട്. ഈ വർഷം കൂടുതൽ ചൂടാണ്, അതുകൊണ്ട് കൂടെ തണുത്ത വെള്ളം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സംഭരിച്ച് കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിച്ച് വരുന്നവർക്ക് ആവശ്യം പോലെ കുടിക്കാം. തീരുന്നതനുസരിച്ച് വീണ്ടും ഞാൻ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ രാവിലെ 8 മണിക്ക് വെക്കും. 8 മണിക്ക് വെച്ചിട്ട് വീണ്ടും ഉച്ചയ്ക്ക് വീണ്ടും അടുത്ത തണുത്ത വെള്ളം വീണ്ടും സ്റ്റോർ ചെയ്യും. പിന്നെ നമ്മളിവിടെ പക്ഷി മൃഗാദികൾക്കും പട്ടി പൂച്ചയ്ക്കും എല്ലാം നമ്മളപ്പുറ സൈഡിൽ പ്രത്യേകം വെള്ളം വെച്ചു കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ ഇത്തിരി നമ്മളെ കൊണ്ടുവെക്കുന്ന കണക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ വഴിയാത്രക്കാർക്ക് വേണ്ടിയാണ് ഈ വെള്ളം നമ്മളിവിടെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നതും. അവരുടെ ഇഷ്ടത്തിന് വന്ന് കുടിക്കാം. കുടിച്ച് തീരുന്നതിനനുസരിച്ച് ഞാൻ അടുത്തത് കുറേശ്ശെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഞാനൊരു 3-4 വർഷം ഉണ്ട്. വേനൽ അവസാനിച്ച് മഴയെത്തിയതിനു ശേഷം മാത്രമാകും ഇവിടെ നിന്നും മൺകൂജയും വെള്ളവും എടുത്തു മാറ്റുക. കുഞ്ഞുമോന് സഹായിയായി ഭാര്യ ജുബൈലിയും ഉണ്ടാകും. കുഞ്ഞുമോൻ എന്തെങ്കിലും ആവശ്യത്തിനായി പുറത്തേക്ക് പോകുമ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത് ജുബൈലിയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.